വന്ദന കൊണ്ടുപോണോ അവരെ? സുചിത്രടുത്തി എന്താ ആലോചിക്കുന്നേ? അതല്ല വന്ദന, ചന്ദ്രികാമ്മ ഉണ്ടാക്കിയ പായസത്തിന്റെ രുചി വരെ ഗോകുൽ തിരിച്ചറിഞ്ഞു. അവനത് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. മാധവേട്ടന് ചന്ദ്രികാമ്മ എവിടെയാ? അല്ല, പുറത്തവരെ കണ്ടില്ല. എല്ലായിടത്തും നോക്കി, അവരിതെവിടെ പോയതാ? അവരെ കാണാനില്ലെന്നോ? അല്ല, അവരിത് എങ്ങോട്ട് പോയി? വാ, നമുക്ക് പോയി നോക്കാം. വാ അമ്മേ. നീ ചെല്ല്. ചേച്ചി, അച്ഛനമ്മ ഇവിടെ കണ്ടായിരുന്നോ? അവരിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ദേ അങ്ങോട്ടാ പോയത്. വാ. ശരി പ്രകാശ. നീ ആരെ കാണാൻ എവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നേ? പലരും നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കാണാനില്ല, അന്വേഷിച്ചിറങ്ങിയതാ. കാണാനില്ലേ? അവരെവിടെ പോവാനാ? അറിയില്ല. സ്വന്തം അച്ഛനമ്മമാരുടെ മഹത്വം എന്താണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടില്ലേ? ഒരു നല്ല വാക്ക് പറയാൻ തോന്നിയോ? ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂന്ന് ഒരു ഭംഗി വാക്കെങ്കിലും പറഞ്ഞോ? ഓ പിന്നെ, എനിക്കപ്പോ അതിനല്ലേ നേരം. ഭംഗി വാക്ക് പറഞ്ഞില്ലെങ്കിലും വെട്ടി വിഴുങ്ങാൻ അവരിവിടൊക്കെ തന്നെ കാണും. കണ്ടു കിട്ടുന്നെങ്കിലേ ക്ഷണിച്ചുകൊണ്ടൊന്ന് ഊട്ടിക്കോ. രണ്ടുപേരുടെ ഭക്ഷണമോ കമ്പനിക്ക് നഷ്ടമാ. എന്നാലും ഞാൻ അവരെ പിടിച്ചേ പുറത്താക്കൊന്നുമില്ല. എന്തായി? സ്ലോ പോയിസൺ കഴിച്ച് ആ കിളവിയുടെ കൊലച്ചിരി നിലച്ചോ? ആ നശിച്ച ജീവൻ ഈ ഭൂലോകം വിട്ട് പോയോന്ന്? സോറി സർ, സ്ലോ പോയിസൺ കഴിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം പോയിസൺ മുഴുവൻ പേഷ്യന്റിന് കൊടുത്തതാ. അവരത് കഴിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു അലർച്ചയോടെ അവർ കട്ടിലേക്ക് വീണപ്പോ കഥ കഴിഞ്ഞു എന്ന് തന്നെ ആശ്വസിച്ചത്. പക്ഷേ അവർ പെട്ടെന്നാ ഛർദിച്ചത്. ഉള്ളിൽ ചെന്ന വിഷം മുഴുവൻ പുറത്തേക്ക് ഛർദിച്ചു. ഇപ്പോ ജീവൻ ആപത്തൊന്നുമില്ലാതെ തളർന്നു കിടക്കോ. ക്രിമിനൽ ലോകം വിട്ട് മാന്യതയുടെ ലോകം സ്വപ്നം കാണാൻ പോലും ഈ വിക്രമിന് സാധ്യമല്ലെന്നാ തോന്നുന്നേ. എന്തും വിലക്കെടുക്കാൻ ത്രാണിയുള്ള ഈ വിക്രമിന് ഒരു പോരട്ട കിഴവിയുടെ ജീവൻ വിലങ്ങുതടിയായി വളരുന്നോ? ആ കിളവി ദൈവാധീനമുള്ളവള സർ. അവരെ കൊല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. അച്ഛമ്മയ്ക്കിപ്പോ നല്ല മാറ്റമുണ്ട്. പലരുടെയും പേര് വിളിക്കാൻ ശ്രമിക്കുന്നു. മുഖത്ത് വരുന്ന ഭാവങ്ങൾക്കും നല്ല വ്യക്തതയുണ്ട്. ഈ രീതി തുടർന്ന അച്ഛമ്മ വൈകാതെ എണീറ്റിരിക്കുമെന്നും സംസാരിക്കുന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. ഡോക്ടറുടെ ആത്മാർത്ഥതയും സാമർത്ഥ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് അച്ഛമ്മയ്ക്ക് ഇത്രയും മാറ്റമുണ്ടായത്. ജഗനെന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ മുത്തച്ഛയുടെ കാര്യം ആലോചിച്ചതാ. വർഷയെ നോക്കാൻ നിന്നപ്പോഴാ വിക്രമിന്റെ വീട്ടിൽ വെച്ച് ഈ ആപത്ത് വന്നത്. അന്നു മുതല് ഒറ്റക്കിടപ്പ. കഷ്ടം. വന്ദനേ, വന്ദനേ. അല്ല, അതിനിടയ്ക്ക് ചേച്ചി എവിടെ പോയി? അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോയതാ. ജഗനാ പറഞ്ഞത് ഞാൻ ഇവിടെ ഇരുന്നോളാം, ചേച്ചി പോയിട്ട് വരാൻ. ഇപ്പൊ അച്ഛമ്മയ്ക്ക് എങ്ങനെയുണ്ട്?
നല്ല മാറ്റമുണ്ട്. ഓ എനിക്കിത് മാത്രം കേട്ടാ മതി. എന്റെ ജീവൻ അച്ഛമ്മ. വന്ദനെ, നിന്നാണ് വന്ദനെ, നിന്നാണ് അനിയാ. അച്ഛമ്മയുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് ഇരിക്കപ്പോഴതും ഇല്ലാതായി. വെള്ളം പോലും കുടിക്കാന്നാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിലായി, വിശക്കുന്നുണ്ടല്ലേ? ചേച്ചിക്കുള്ള ഭക്ഷണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോ. ആ അതൊക്കെ കഴിക്കാൻ വരട്ടെ. നീ പ്രകാശന്റെ വീട്ടിലെ പാലുകാച്ചിന്റെ വിശേഷം പറ. നല്ല വിശേഷം. ചടങ്ങ് കെങ്കേമായി നടന്നു, എല്ലാരും ഹാപ്പിയാണ്. അത്രേ ഉള്ള വിശേഷം. അല്ലാതെന്താ? പാലുകാച്ചലിന് കാറ്ററിംഗ് വേഷത്തില് രണ്ടുപേര് വന്നിരുന്നല്ലോ. കാണാതായ നമ്മുടെ അച്ഛനും അമ്മയും. അതൊരു വിശേഷമല്ലേടി? ഓ അതാണോ? നിസ്സാരമായി പോയല്ലേ? ജഗ, അവരുടെ മൂത്ത മകളല്ലേടാ ഞാൻ. അവരെ കാണാതായ നിമിഷം മുതൽ വയറ്റിൽ തീയുമായിട്ട് നടക്കുമായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നോട് അവര് വന്ന കാര്യം നീ മറച്ചു വെച്ചല്ലോ ജഗ. അല്ല, ചേച്ചി ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ചേച്ചി, അച്ഛനും അമ്മയ്ക്കും ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. അവരിപ്പോ ഒരു കാറ്ററിംഗ് കമ്പനിയിലെ ജോലി നോക്കുക. ആ കമ്പനിയാണ് പ്രകാശേട്ടന്റെ വീട്ടിലെ കാറ്ററിംഗ് ഏറ്റിരുന്നത്. അങ്ങനെയാ അച്ഛനും അമ്മയും അവിടെ വന്നത്.